എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ICC മെൻസ് T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ T20 വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും എന്നീ BCCI ഹെഡ്ക്വാർട്ടേഴ്സിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും ഇരുവരും മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുൻപിൽ പ്രധാനമായി വന്നൊരു ചോദ്യം KL രാഹുലിനെ എന്തുകൊണ്ട് ടീമിൽ സെലക്ട് ചെയ്തില്ല. അതിന് വ്യക്തമായ മറുപടിയും സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: KL രാഹുൽ ഹാസ് ബീൻ ഓപ്പണിംഗ് ഇൻ ദ IPL. വി വെയർ മെയിൻലി ലുക്കിംഗ് ഫോർ മിഡിൽ ഓർഡർ ഓപ്ഷൻ. സോ വി ഫെൽ ദാറ്റ് സഞ്ജു ആൻഡ് പന്ത് ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ ദാറ്റ്. നമുക്കറിയാം, ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള KL രാഹുൽ ഓപ്പണിംഗ് റോളിലാണ് ഈ ഒരു IPL എത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിലൊക്കെ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലൊക്കെ വളരെ മികച്ച ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. രോഹിത് ശർമ്മ, ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ തുടങ്ങിയ സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങളൊക്കെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിലയിൽ 1, 2, 3 പൊസിഷനിലൊക്കെ വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങൾ തന്നെയാണ്. സോ ഈ ഒരു IPL ഓപ്പണിംഗ് റോളിൽ മാത്രമായിരുന്നു KL രാഹുലിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ മിഡിൽ ഓവർ ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി അത്ര പ്രധാനം തന്നെയാണ്. സോ അതിനാൽ തന്നെ മിഡിൽ ഓവറുകളിൽ മധ്യനിരകളിൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റും കൂടുതൽ എഫക്റ്റീവ് ആകാനും സാധിക്കുന്ന ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും ഈ ഒരു IPL ഇരു താരങ്ങളും വളരെ മികച്ച പ്രകടനമാണ് സ്ട്രൈക്ക് റേറ്റിലായിട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനാൽ തന്നെയാണ് KL രാഹുലിനെ തഴഞ്ഞുകൊണ്ട് പകരം സഞ്ജു സാംസണിനെയും ഋഷഭ് പന്തിനെയും മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്തേകാൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായി ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇനി വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റിയും ചില ചോദ്യങ്ങൾ ഉയർന്നു. നമുക്കറിയാം, ഈ ഒരു IPL പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് വിരാട് കോഹ്ലിയുടെ ആ ഒരു മെല്ലപ്പോക്കിനെ പറ്റി. അപ്പോൾ അതിന് സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: കോഹ്ലി ഒരു മികച്ച ക്രിക്കറ്റർ, അദ്ദേഹത്തിൻ്റെ ഫോമിനെ പറ്റി ആർക്കും ഒരു സംശയമില്ല. സോ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റി ഞങ്ങൾ വേവലാതിപ്പെടുന്നില്ല. അദ്ദേഹം വളരെ മികച്ച ഒരു പ്ലെയർ തന്നെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് തന്നെ ടീം ഇന്ത്യക്ക് T20 വേൾഡ് കപ്പിൽ ഗുണം ചെയ്യും. സോ അങ്ങനെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് തന്നെയായിരുന്നു ഇന്ന് സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറും ഒപ്പം ഇന്ത്യൻ നായകനായിട്ടുള്ള T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ നായകനായിട്ടുള്ള രോഹിത് ശർമ്മയും മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.